ഇന്നൊരു വെജിറ്റേറിയൻ ഡേ ആണ് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ഇല്ലെങ്കിൽ എന്ത് വെജിറ്റേറിയൻ ഡേ അല്ലേ? അതും നമ്മളുടെ പറമ്പിൽ നിന്ന് നമ്മളുണ്ടാക്കിയത് പറിച്ചെടുത്തിട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് വഴുതനങ്ങ പറിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ല, എന്നാലും ഒരു ദിവസത്തേക്ക് ഒരു നേരത്തേക്ക് ഉള്ളതൊക്കെ ഉണ്ട്. പിന്നെ കുറേ ചെറുതുണ്ട്, അത് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കേ ആവുള്ളൂ. അപ്പം ഞാൻ ഇന്നേക്ക് വേണ്ടി ഞാൻ ഒരു 2-3 പറിച്ചെടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ആദ്യം പപ്പടം കാച്ചു കേട്ടോ. എന്നാൽ പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ചെയ്യാമല്ലോ. വെളിച്ചെണ്ണ വേസ്റ്റ് ആവുകയും ചെയ്യില്ല, എടുത്ത് വെക്കേണ്ടതൊന്നും വരില്ലല്ലോ. അപ്പോൾ ഓർമ്മയില്ലാണ്ട് ചീനച്ചട്ടി വെക്കാൻ മറന്ന് വഴുതനങ്ങയും കയ്പ്പയ്ക്കയും വറക്കാൻ വെച്ച പാത്രത്തിൽ തന്നെ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ തന്നെ പപ്പടം കാച്ചാൻ കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടി കാച്ചാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കയ്പ്പയ്ക്ക മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അത് ഫ്രൈ ചെയ്യാനിട്ടു. വഴുതനങ്ങ ഇടാൻ മറന്നു. ആദ്യം കയ്പ്പയ്ക്കൊക്കെ ഫ്രൈ ചെയ്തു, അതിനുശേഷം വഴുതനങ്ങയും ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ വഴുതനങ്ങ ആയാലും കയ്പ്പയ്ക്കയോ ഉരുളക്കിഴങ്ങോ എന്തായാലും നല്ല കറുമുറാന്നിരിക്കുന്നതാണ് ഇരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി കേട്ടോ. അതേപോലെയാണ് എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കുക. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കും കേട്ടോ. കരിഞ്ഞ പോലെ വേണമെന്നാണ് പക്രു പറയുക, എന്നാലേ അവൾ കഴിക്കുള്ളൂ എന്ന് പറയും. അപ്പം ഞാൻ നന്നായി മൊരിയിപ്പിച്ചെടുക്കും അത് കേട്ടോ. വഴുതനങ്ങ ഓരോന്ന് ഇട്ടില്ല, ഞാൻ മൊത്തത്തിലിട്ടിട്ട് ഇളക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൊത്തമായിട്ട് ഇട്ടിട്ട് നന്നായി പാകപ്പെടുത്തി മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മോര് കാച്ചാന്ന് വിചാരിച്ചു. ചട്ടി മാറ്റേണ്ട മടിക്ക് ഞാൻ ആ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ആ മൊരിഞ്ഞ ആ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ. എന്നിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഉണക്കമുളകും വേപ്പിലയും ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും ഇട്ടിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ അടിച്ച് വെച്ച മോരൊഴിച്ചാൽ മോര് കാച്ചിയത് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈസിയാണ് ചെയ്യാനായിട്ട്. അത് മോര് അതിലേക്ക് ഒഴിച്ചുടനെ തന്നെ തീ ഓഫ് ചെയ്താൽ മതി. പൊതുവേ വെജിറ്റേറിയൻ ആയ ദിവസം ഞാൻ വളരെ റിച്ചാണ് കേട്ടോ. കാരണം കുറേ കറികളുണ്ടാവും അന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നും മോര് കാച്ചിയതും കയ്പ്പയ്ക്ക വറുത്തതും വഴുതനങ്ങ വറുത്തതും മുളക് വറുത്തതും അതേപോലെ പനീർ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതും പപ്പടവും എല്ലാം കൂടിയിട്ട് ഇന്ന് നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. വെജിറ്റേറിയൻ ആവുന്ന ദിവസം നല്ല റിച്ച് ആയിട്ടുള്ള ഊണായിരിക്കും ഉണ്ടാവുക എപ്പോഴും.